റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൊളിറ്റിക്കൽ സസ്പെൻസ്. കിങ് മേക്കറാകാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആലോചന. LDF UDF പിന്തുണ ആവശ്യപ്പെടാനും നീക്കം. ജയിച്ച 101 കൗൺസിലർമാരും ഒരുപോലെയാണെന്നും ആരോടും പ്രത്യേക വെറുപ്പോ മമതയോ ഇല്ലെന്നും പാറ്റൂർ രാധാകൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. എൻ്റെ മുമ്പിൽ 3 സാധ്യതകളാണ്. ഒന്ന്, ഈ മേയർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക. 2, ഏതെങ്കിലും മുന്നണികളെയോ പാർട്ടികളെയോ സഹായിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് സഹായം സ്വീകരിക്കുക. എൻ്റെ വാർഡിലെ ആളുകൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വാർഡിലെ പൊതുവായ ആവശ്യങ്ങൾ അടങ്ങിയ ഒരു വികസന പത്രിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾക്ക് സഹായകരമാകുന്ന വിധത്തിൽ മേയറാവുന്ന ആളിനെ ഞാൻ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ അതിന് എന്നെ മേയറാക്കിയാൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ. ഏതായാലും ഏത് കാര്യത്തിനായാലും ഞാൻ അങ്ങനെയാണ് തീരുമാനമെടുക്കുക. അല്ല, ആരെന്നെ പിന്തുണച്ചാലും ഞാൻ സ്വീകരിക്കും, സംശയമൊന്നുമില്ല കാര്യത്തിൽ. തലസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ, മുഴുവൻ സമയ പ്രവർത്തകനായി അതിന് നേതൃത്വം കൊടുക്കാൻ അവസരം ലഭിച്ചാൽ അത് ചെയ്യും. ഏതെങ്കിലും മുന്നണിയോടോ പാർട്ടിയോടോ പ്രത്യേകിച്ച് വെറുപ്പ് എനിക്കില്ല, പ്രത്യേകിച്ച് മമതയും ഇല്ല. അർജുൻ കല്യാണാണ് ചേരുന്നത്. അർജുൻ, ഏത് രീതിയിലായിരിക്കും പാറ്റൂർ രാധാകൃഷ്ണന്റെ നിലപാട് നിർണായകമാവുക? ഇതിലിപ്പോൾ LDFന്റെയും UDFന്റെയും ഒക്കെ പ്രതികരണവും തേടേണ്ടതുണ്ടല്ലേ? വിനീത, തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സസ്പെൻസ് ബ്രേക്കിംഗ് ഇപ്പോഴും പാറ്റൂർ രാധാകൃഷ്ണൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. 21-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ നടക്കുക. അതിനുശേഷമായിരിക്കും മേയർ തിരഞ്ഞെടുപ്പ്. ആ മേയർ തിരഞ്ഞെടുപ്പിൽ ഒരു കിങ് മേക്കറായി മാറാൻ പാറ്റൂർ രാധാകൃഷ്ണന് മുന്നിൽ സാധ്യതകൾ ഏറെയാണ്. കാരണം പാറ്റൂർ രാധാകൃഷ്ണൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ LDFും UDFും പിന്തുണ നൽകുകയാണെങ്കിൽ അത് BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി മാറും എന്ന് തന്നെയാണ് പറയാനുള്ളത്. 48 സീറ്റുകളാണ് LDFനും UDFനും ചേർത്ത് പറയാൻ വേണ്ടി കഴിയുക. അതിന് പുറമെ 2 സ്വതന്ത്രമായി മത്സരിച്ചവരുമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 50 പേർ എന്ന രീതിയിൽ മറുഭാഗത്ത്, അതായത് NDAയെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി കഴിയും. ആ ഘട്ടത്തിൽ പ്രധാനമായും അല്ലെങ്കിൽ LDFും UDFും കൈകോർക്കുമ്പോൾ സ്വാഭാവികമായും ഉയരാനുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ NDAയെ തോൽപ്പിക്കാൻ LDFും UDFും കൈകോർക്കുന്നു എന്നുള്ള വിമർശനം ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പാറ്റൂർ രാധാകൃഷ്ണൻ മേയറായി മത്സരിക്കുകയാണെങ്കിൽ ആ വിമർശനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. കാരണം സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച ഒരാൾ മേയറായി വരുന്നു, ആ ഘട്ടത്തിൽ നമ്മൾ അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് ഇരുവിഭാഗത്തിനും ന്യായീകരിക്കുകയും ചെയ്യാം. അപ്പോൾ NDAയുടെ ഭരണം അല്ലെങ്കിൽ NDAയുടെ മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ NDA തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ഒരു മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ട് വെക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും പാറ്റൂർ രാധാകൃഷ്ണൻ ഒരു കിങ് മേക്കറായി മാറാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോഴും ഒരു സാധ്യത നിലനിർത്തുകയാണ്. അദ്ദേഹം പറയുന്നത് തന്നെ പിന്തുണച്ചാൽ അതിൽ സ്വീകരിക്കുന്നതിൽ ഒരു മടിയുമില്ല, താൻ മുന്നണികളെ പിന്തുണ തേടുന്നതിൽ തനിക്കൊരു മടിയുമില്ല. എന്നാൽ 21-ാം തീയതിക്ക് ശേഷമായിരിക്കും ആ സസ്പെൻസ് തീരുമാനം താൻ എടുക്കുക എന്നുള്ള കാര്യം കൂടി പാറ്റൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വിനീത, ശരി, അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്.